50 ദിവസങ്ങൾക്ക് ശേഷം ബിഗ് ബോസിൽ നിന്നും ഗബ്രി പുറത്തായിരിക്കുകയാണ്. ഈ സീസണിലെ ഏറ്റവും നല്ല മത്സരാർത്ഥി ആയിരുന്നുവെങ്കിലും ഗബ്രിയുടെ പുറത്താകൽ വലിയ രീതിയിലാണ് ചർച്ചയാകുന്നത്. മത്സരത്തിന് ശേഷം പുറത്തിറങ്ങിയ ഗബ്രിയുടെ വാക്കുകൾ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നത് പ്രേക്ഷകരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ താരത്തിന് ജനപിന്തുണ കൂടാനും കാരണമായി. അതേസമയം ഇപ്പോഴും നിരന്തര വിമർശനങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് ജാസ്മിൻ. ശരിക്കും ജാസ്മിൻ്റെ ഗെയിം സ്ട്രാറ്റജിയാണ് ഗബ്രിയുടെ പുറത്താകലിന് കാരണമായതെന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ ആഴ്ചയിലെ പല ഗെയിമുകളിലും ജാസ്മിനും ഗബ്രിയും തമ്മിൽ വഴക്കുണ്ടാകുന്നതും ഗബ്രിയെ നെഗറ്റീവാക്കാൻ ജാസ്മിൻ ശ്രമിക്കുന്നതുമൊക്കെ പലർക്കും തോന്നിയ കാര്യമാണ്. പക്ഷെ അതൊന്നും വലിയ രീതിയിൽ ആരും കാര്യമായിട്ട് എടുത്തില്ല. സിജോ ടീമിൽ വന്നതിന് ശേഷം ഗബ്രിക്ക് നല്ല മാറ്റങ്ങൾ വന്നിരുന്നു. ആദ്യമായി അവൻ്റെ ഗെയിമിനോടും ഗബ്രിയുടെ സംസാരത്തോടൊക്കെ ഒരു ഇഷ്ടം ആൾക്കാർക്ക് തോന്നി തുടങ്ങിയതാണ്. എന്തായാലും ലവ് സ്ട്രാറ്റജി കളിച്ച് സർവൈവ് ചെയ്യാമെന്ന് കരുതുന്നവർക്ക് ഒരു പാഠമാണിത്. പക്ഷേ ഗബ്രിക്ക് നീതി ലഭിച്ചില്ല. എന്നാൽ ജാസ്മിൻ തുടരുകയും ചെയ്യുകയാണ്. ജാസ്മിൻ സോളോ നല്ല പ്ലെയർ ആയതുകൊണ്ടും ഈ സീസൺ നല്ല കളിക്കാരുടെ എണ്ണം കുറവായതുകൊണ്ടും ജാസ്മിൻ ഇനിയും തുടരുമെന്നാണ് പറയേണ്ടത്. പുറത്തുവന്ന വീടിനകത്ത് വെച്ച് തന്നെ ഗെയിം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് താൻ പോകുന്നതെന്ന് അകത്തുള്ളവരോട് യാതൊരു പിണക്കമോ വൈരാഗ്യമോ ഒന്നും തനിക്കില്ല എന്നും ഗബ്രി പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഗബ്രി ഇപ്പോൾ കൊടുക്കുന്ന ഇൻ്റർവ്യൂകളിലെല്ലാം ജാസ്മിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ജാസ്മിൻ പുറത്തിറങ്ങിയ ശേഷം വീട്ടുകാരുമായി തീരുമാനിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നാണ് ഗബ്രി മറുപടി നൽകുന്നത്. ഇതോടെ ഗബ്രിയും ജാസ്മിനും വിവാഹത്തിലേക്ക് കടക്കുകയാണോ എന്നുള്ള കമൻറ്റുകളാണ് നിരവധി വരുന്നത്. എന്തായാലും കാണാം. എന്തായാലും ഇപ്പോൾ ജാസ്മിൻ ഗബ്രി പോയതിൻ്റെ വിഷമത്തിൽ അവിടെ ഒരു വിക്ടിം കാർഡ് ഇറക്കി കളിക്കുന്നുണ്ട്. ഇത്രയ്ക്ക് ഡ്രാമ വേണോ ജാസ്മിനെ എന്നാണ് ജാസ്മിനോട് ആരാധകർക്ക് ചോദിക്കാനുള്ളത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും സീസൺ 6 നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിയും ആരാണെന്ന് പറയുക. വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.